സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥകൾ തുടരാം. ഭോജരാജൻ പിറ്റേന്നു രാവിലെ സ്നാനജപാദികൾ കഴിഞ്ഞ് സിംഹാസനാരോഹണത്തിനൊരുങ്ങി സുവർണപീഠത്തിന് മുന്നിലെത്തി. തലേന്നുണ്ടായ അത്ഭുത സംഭവങ്ങൾ പറഞ്ഞുകേട്ട് ആളുകൾ അനവധി ഒത്തുകൂടിയിരുന്നു. ഭോജരാജാവ് ആദ്യത്തെ പടിയിൽ കാലെടുത്തു വെച്ചു. പ്രതിമ തടയുമെന്നാണ് കരുതിയത്. ഉണ്ടായില്ല. അദ്ദേഹം രണ്ടാമത്തെ പടിയിലേക്ക് കാലുവെച്ച നിമിഷം അത് സംഭവിച്ചു. അവിടെ കാവൽ നിന്നിരുന്ന സാലഭഞ്ജിക പെട്ടെന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. അങ്ങ് വീണ്ടും ഈ സിംഹാസനാരോഹണത്തിനൊരുങ്ങി വന്നിരിക്കുകയാണല്ലേ? അതെ എന്ന് ഭോജരാജാവ് പറഞ്ഞു. ഇന്നലെ മഞ്ജരി പറഞ്ഞത് കേട്ടിട്ടും അങ്ങേക്ക് പുനർവിചിന്തനമുണ്ടായില്ലെന്നോ? അത്ഭുതം. മഹാധീരനായ വിക്രമാദിത്യ മഹാരാജാവ് എവിടെ? അങ്ങെവിടെ? അദ്ദേഹത്തിൻ്റെ അതിശയ ചരിത്രം അങ്ങ് കൂടുതൽ അറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വേണം. എനിക്ക് നിങ്ങളുടെ മഹാപ്രഭുവിനെക്കുറിച്ച് കൂടുതൽ അറിയുക തന്നെ വേണം, ഭോജരാജാവ് പ്രാർത്ഥനാസ്വരത്തിൽ പറഞ്ഞു. ആ പ്രതിമ സ്വരം ഒട്ടു താഴ്ത്തി ഇങ്ങനെ പറഞ്ഞു. എൻ്റെ പേര് ചിത്രരേഖ എന്നാണ്. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ എണ്ണമറ്റ വീരാവതാനങ്ങളിൽ വളരെ കുറച്ചേ എനിക്ക് അറിയാവൂ. അറിയുന്നത് പറയാം. വിക്രമാദിത്യനും ഭട്ടിയും ജനപ്രിയരായി നാടുഭരിച്ചിരുന്ന കാലത്തൊരിക്കൽ ജടയും മുടിയും നീട്ടി വളർത്തിയ ഒരു സാധു അദ്ദേഹത്തെ കാണാനെത്തി. വിക്രമാദിത്യൻ അദ്ദേഹത്തെ സ്വീകരിച്ച് ഇരിക്കാൻ പീഠം നൽകി. തൻ്റെ പേര് ജ്ഞാനശീലൻ എന്നാണെന്ന് പറഞ്ഞ് സാധു പരിചയപ്പെടുത്തി. കയ്യിലിരുന്ന മാതളപ്പഴം കാഴ്ചയായി സമർപ്പിച്ചു. മഹാരാജാവ് അത് സ്വീകരിക്കുകയും ചെയ്തു. അധികം താമസിയാതെ സാധു മടങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജ്ഞാനശീലൻ വീണ്ടും എത്തി. അക്കുറിയും മാതളപ്പഴം സമ്മാനമായി നൽകി. ഈ പതിവ് കുറേ കാലം തുടർന്നു. ഒരു ദിവസം സാധു രാജധാനിയിലെത്തി. താൻ കൊണ്ടുവന്ന പഴങ്ങൾ എന്തു ചെയ്തെന്ന് ചോദിച്ചു. സത്യത്തിൽ വിക്രമാദിത്യൻ അവയൊന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. രാജാവിന് കാഴ്ചകൾ പലതും വന്നു ചേരാറുണ്ട്. അവയൊക്കെ ഭദ്രമായി എടുത്തു വയ്ക്കുന്നത് സേവകരാണ്. എല്ലാം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാവുമെന്ന് രാജാവ് പറഞ്ഞു. എങ്കിൽ അതിൽ ഒന്ന് കാണുന്നതിന് ആഗ്രഹമുണ്ട്, ജ്ഞാനശീലൻ ആവശ്യപ്പെട്ടു. പഴങ്ങളൊക്കെ എവിടെയെന്ന് വിക്രമാദിത്യൻ അന്വേഷിച്ചു. സേവകർ ഉടനെ തന്നെ അറയിൽ സൂക്ഷിച്ചിരുന്ന പഴങ്ങളെല്ലാം അതുപടി എടുത്തുകൊണ്ട് വന്നു. അവയിൽ പലതിൻ്റെയും തൊലി ചുളുങ്ങി അളിയാൻ തുടങ്ങിയിരുന്നു. ജ്ഞാനശീലൻ അവയിലൊന്ന് കയ്യിലെടുത്ത് നടുവേ മുറിച്ചു. പെട്ടെന്ന് അതിൽ നിന്ന് കുറേ രത്നങ്ങൾ പുറത്തു വന്നു. മഹാരാജാവിന് ആശ്ചര്യമായി. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വിക്രമാദിത്യന് കൗതുകമായി. എൻ്റെ തപശക്തി കൊണ്ട് ഞാൻ നേടിയ സിദ്ധിയാണ്, ജ്ഞാനശീലൻ പറഞ്ഞു. രാജാവിന് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായി. വർഷങ്ങൾ നീണ്ട തപസ്സിലാണ് താനെന്നും കൃഷ്ണാനദിയുടെ തീരത്തുള്ള തനകവനത്തിലാണ് തൻ്റെ ആശ്രമമെന്നും ജ്ഞാനശീലൻ പറഞ്ഞു. പഴങ്ങൾക്കുള്ളിൽ മുത്ത് വിളയിക്കാനുള്ള തൻ്റെ കഴിവ് നാടിനു വേണ്ടി വിനിയോഗിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അതിനാൽ തൻ്റെ പൂജയുടെ പരിസമാപ്തി ദിവസം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സാന്നിധ്യമുണ്ടാകണമെന്നും ജ്ഞാനശീലൻ അഭ്യർത്ഥിച്ചു. വിക്രമാദിത്യൻ സമ്മതിച്ചു. പ്രജകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് മഹാരാജാവിൻ്റെ കർത്തവ്യമാണല്ലോ. പറഞ്ഞ ദിവസം പറഞ്ഞ പ്രകാരം വിക്രമാദിത്യൻ ജ്ഞാനശീലൻ പറഞ്ഞ സ്ഥലത്തെത്തി. കൊടും കാടായിരുന്നു ആ പ്രദേശം. അതിനു നടുവിൽ മൃഗങ്ങൾ പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഒരു ഏകാന്ത സ്ഥലത്തായിരുന്നു ജ്ഞാനശീലൻ താമസിച്ചിരുന്നത്. വിക്രമാദിത്യനെ സ്വീകരിച്ചിരുത്തിയ ശേഷം ജ്ഞാനശീലൻ തനിക്കൊരു സഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിച്ചു. ഇവിടെ നിന്ന് ഏതാനും നാഴിക അകലെ ഒരു മുരിക്കുമരമുണ്ട്. ആ മരത്തിൽ തലകീഴായി കിടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തെ കാണാം. വേതാളം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ വേതാളത്തെ ഇവിടെ എത്തിക്കണം. ഭൂമിയിൽ അങ്ങേക്കല്ലാതെ ഈ സാഹസപ്രവൃത്തി ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല. ആ താപസനെപ്പറ്റി വിക്രമാദിത്യന് ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങിയിരുന്നു. എന്തിനുള്ള പുറപ്പാടാണ് അയാൾ? എന്താണ് അയാളുടെ ഉദ്ദേശം? കാത്തിരുന്നു കാണുക തന്നെ. അയാൾ പറഞ്ഞപടി ചെയ്യാൻ തന്നെ വിക്രമാദിത്യൻ ഉറച്ചു. ഊരിയ വാളുമായി ആ രാത്രിയിൽ അദ്ദേഹം ചതുർവനം ലക്ഷ്യമാക്കി നടന്നു. അവിടെ ജ്ഞാനശീലൻ വിവരിച്ച തരത്തിലുള്ള ഒരു മുരിക്കുമരവും കണ്ടു.
മരത്തിൽ അതാ ഒരു ശരീരം തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. ഇതായിരിക്കണം ആ താപസൻ പറഞ്ഞ വേതാളം, രാജാവ് സ്വയം പറഞ്ഞു. വിക്രമാദിത്യൻ ആ ശരീരത്തെ മരത്തിൽ നിന്നെടുത്ത് തൻ്റെ തോളത്ത് കിടത്തി നടക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് ഒരു സ്വരം കേട്ടു. എന്നെ എവിടേക്ക് കൊണ്ടുപോവുകയാണ്? വേതാളമാണ് ചോദിക്കുന്നത്. ജ്ഞാനശീലൻ എന്നു പേരുള്ള ഒരു സിദ്ധൻ പറഞ്ഞതനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. വിക്രമാദിത്യൻ കാര്യം വിശദമാക്കി. ഞാൻ വരില്ല. പക്ഷേ എനിക്ക് കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. അങ്ങനെയോ? എങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം. ശരിയായ ഉത്തരം നൽകിയില്ലെങ്കിൽ ആ ക്ഷണം നിങ്ങളുടെ ശിരസ് പൊട്ടിത്തെറിക്കും. സമ്മതമാണോ? വിക്രമാദിത്യൻ അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ചു. വേതാളത്തെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. വേതാളം പറഞ്ഞു തുടങ്ങി. ദേവപുരം എന്ന രാജ്യം ഭരിച്ചിരുന്നത് വജ്രമകുടൻ എന്ന രാജാവായിരുന്നു. രാജാവിനും മന്ത്രിക്കും ഓരോ പുത്രന്മാരുണ്ടായിരുന്നു. രണ്ടുപേരും ബാല്യം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരും അടുത്ത കൂട്ടുകാരുമാണ്. ഒരാൾക്ക് മറ്റൊരാളെ പിരിയാൻ വയ്യ, അത്ര ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ. പ്രായപൂർത്തി എത്തിയപ്പോഴും അവർ ആ സുഹൃത്ബന്ധം തുടർന്നു. ഒരു നാൾ രാജകുമാരനും മന്ത്രികുമാരനും കൂടി നായാട്ടിനു പോയി. വനത്തിലൂടെ സഞ്ചരിച്ച് കുറേ ദൂരം എത്തിയപ്പോൾ ഒരു പൊയ്കയിൽ ഒരു സുന്ദരി നീന്തി കുളിക്കുന്നത് കണ്ടു. രാജകുമാരന് ആ യുവതിയെ വീണ്ടും വീണ്ടും കാണണമെന്ന് മോഹം തോന്നി. യുവതി വേഗം കരയിലേക്ക് വന്നു. രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പക്ഷേ ഇരുവർക്കും അന്യോന്യം ഒരാകർഷണം തോന്നി. രാജകുമാരനെ നോക്കിക്കൊണ്ട് അടുത്തു കണ്ട ഒരു താമരപ്പൂ പറിച്ചെടുത്ത് അവൾ കണ്ണിൽ ചേർത്തു. എന്നിട്ട് അത് ചുണ്ടിൽ ചേർത്ത് കടിച്ചു. അതിനുശേഷം അത് തൻ്റെ കാലിന് മീതെ ഇട്ടു. അവൾ എന്താണ് കാട്ടുന്നത്? രാജകുമാരൻ ശബ്ദമടക്കി മന്ത്രികുമാരനോട് ചോദിച്ചു. അവൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. അതെങ്ങനെ? താമരപ്പൂ കണ്ണിൽ ചേർത്തതിനാൽ അവളുടെ രാജ്യം കർണാപുരമാണെന്ന് മനസ്സിലാക്കാം. കടിച്ചതിനാൽ അവളുടെ പേര് പത്മാവതി എന്നും കാലിലിടുകയാൽ പിതാവിൻ്റെ പേര് കലിംഗരാജൻ, ഇങ്ങനെ നമുക്ക് ഊഹിക്കാം. കർണാപുരം രാജാവിൻ്റെ മകൾ പത്മാവതി രാജകുമാരിയാണ് ഇവൾ. ഓഹോ, മനസ്സിലായി. രാജകുമാരൻ വീണ്ടും അവളെ ശ്രദ്ധിച്ചു. അവൾ മറ്റൊരു താമരപ്പൂ പറിച്ച് നെഞ്ചോട് ചേർത്തതിന് ശേഷം തലയിൽ ചൂടി. അവൾക്ക് കുമാരനെ ഇഷ്ടമാണെന്നും ആരുമറിയാതെ കാണാൻ വരണമെന്നുമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്, മന്ത്രികുമാരൻ മെല്ലെ പറഞ്ഞു. പത്മാവതിയുടെ സൗന്ദര്യത്തിൽ ഏറെ ഭ്രമിച്ചതിനാലാവാം മന്ത്രികുമാരൻ്റെ ബുദ്ധിശക്തിയെ ഒന്ന് പുകഴ്ത്താൻ കൂടി രാജകുമാരൻ മറന്നുപോയി. അയാളുടെ മനസ്സിൽ ഒരേയൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയും രാജകുമാരിയെ സന്ധിക്കണം. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടം തോന്നിയതുകൊണ്ട് മാത്രം ഒരാളെ പൂർണ്ണമായി വിശ്വസിക്കരുതെന്നും യഥാർത്ഥ സ്വഭാവം അറിയാൻ കാലങ്ങൾ എടുക്കുമെന്നും മന്ത്രികുമാരൻ സൂചിപ്പിച്ചു. പക്ഷേ രാജകുമാരൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അയാൾക്ക് പത്മാവതിയെ ഉടൻ കാണണം. രണ്ടുപേരും കർണാപുരം രാജ്യത്തിലെത്തി കൊട്ടാരത്തിലേക്ക് പൂക്കൾ എത്തിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ താമസമാക്കി. താൻ കൊട്ടാരത്തിന് സമീപം എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ആ സ്ത്രീ വഴി രാജകുമാരൻ പത്മാവതിയെ അറിയിച്ച് മറുപടിക്കായി കാത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പരിഭ്രാന്തിയോടെ ഓടി വന്നു. എന്താ, വിവരം പറഞ്ഞോ? രാജകുമാരൻ ചോദിച്ചു. ഉവ്വ്, അവർക്ക് ദേഷ്യം വന്നു കാണണം. കുമാരി രണ്ടു കൈയും ചന്ദനച്ചാറിൽ മുക്കി എൻ്റെ നെഞ്ചത്തടിച്ചു. അവരുടെ കഴുത്തിനു താഴെ രണ്ടു കൈകളുടെയും വിരൽപ്പാടുകൾ പതിഞ്ഞിരുന്നു. മന്ത്രികുമാരൻ ഒന്ന് ചിരിച്ചു. ദേഷ്യം വന്നാൽ ആരെങ്കിലും ചന്ദനച്ചാറിൽ കൈമുക്കി അടിക്കുമോ? ഇതൊരു രഹസ്യ സന്ദേശമാണ്. 10 ദിവസം കാത്തിരിക്കാനാണ് സൂചന. രാജകുമാരന് ആശ്വാസമായി. 10 നാൾ കഴിഞ്ഞ് ആ സ്ത്രീ വീണ്ടും കുമാരിയെ കാണാനെത്തി. ഇത്തവണ 3 വിരൽപ്പാടുകളാണ് കണ്ടത്. കുങ്കുമനിറത്തിലായിരുന്നു എന്ന് മാത്രം. 3 ദിവസം കൂടി കാത്തിരിക്കണം. അതിനുശേഷം മറ്റാരും അറിയാതെ രഹസ്യമാർഗത്തിലൂടെ തൻ്റെ മുറിയിലെത്തണം എന്നാണ് താൽപ്പര്യം. മന്ത്രികുമാരൻ വീണ്ടും രഹസ്യഭാഷയുടെ കടുങ്കട്ടഴിച്ചു. രാജകുമാരന് സന്തോഷമായി. 3-ാം ദിവസം അയാൾ ഒരു രഹസ്യമാർഗത്തിലൂടെ രാജകുമാരിയുടെ മുറിയിലെത്തി. കുമാരി അയാളെ കാത്തിരിക്കുകയായിരുന്നു. രാജകുമാരിക്ക് വേണ്ടി
പിതാവ് പണിതുകൊടുത്തിരുന്ന ആ രമ്യഹർമ്മ്യത്തിൽ മറ്റാരും അറിയാതെ രാജകുമാരൻ ദിവസങ്ങളോളം താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ കുമാരൻ തൻ്റെ ചങ്ങാതിയെക്കുറിച്ച് ഓർത്തു. 2 ആഴ്ചയോളമായിരിക്കുന്നു അവനെ പിരിഞ്ഞിട്ട്. അക്കാര്യമേ മറന്നു. രാജകുമാരൻ മടങ്ങിപ്പോകാൻ ഒരുങ്ങിയത് പത്മാവതിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നേക്കാൾ ഇഷ്ടമാണോ നിങ്ങൾക്ക് ആ മന്ത്രികുമാരനെ? കുമാരി ചോദിച്ചു. പ്രിയേ, അങ്ങനെ പറയരുതേ. അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. ഓടിപ്പോയി അവനെ ഒന്ന് കണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വന്നുകൊള്ളാം. അവർ തമ്മിലുള്ള ആത്മബന്ധം എത്രയെന്ന് കുമാരി മനസ്സിലാക്കി. ആ മന്ത്രികുമാരൻ ഉള്ളിടത്തോളം കാലം കുമാരനെ പൂർണ്ണമായി തനിക്ക് കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. രാജകുമാരൻ പുറപ്പെടാനൊരുങ്ങിയപ്പോൾ അവൾ ഒരു പാത്രത്തിൽ കുറച്ച് പായസം തയ്യാറാക്കി നൽകി. നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് കുടിക്കാൻ പറയണം. കുമാരൻ സന്തോഷത്തോടെ ആ പായസപാത്രവും വാങ്ങി രഹസ്യമാർഗത്തിലൂടെ തിരികെ സുഹൃത്തിനെ കാണാനെത്തി. മന്ത്രികുമാരൻ കാത്തിരിക്കുകയായിരുന്നു. തൻ്റെ പ്രിയ സുഹൃത്തിനെ കുറേ കാലം പിരിഞ്ഞിരിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും അയാൾ അത് പ്രകടിപ്പിച്ചില്ല. എൻ്റെ പ്രിയ സുഹൃത്തിനു വേണ്ടി പത്മാവതി പ്രത്യേകമായി ഉണ്ടാക്കിയ പായസം രുചിച്ചു നോക്കൂ. രാജകുമാരൻ പാത്രം അതുപടി മന്ത്രികുമാരന് നേരെ നീട്ടി. മന്ത്രികുമാരൻ പായസപാത്രം വാങ്ങി കുടിക്കാൻ ചുണ്ടോടടുപ്പിച്ചു. അപരിചിതമായ ഒരു ഗന്ധം തോന്നിയതുകൊണ്ട് അയാൾ പെട്ടെന്ന് മുഖം തിരിച്ചു. എന്തേ, കുടിക്കുന്നില്ലേ? രാജകുമാരൻ ചോദിച്ചു. മന്ത്രികുമാരൻ ആ പാത്രവുമായി പുറത്തിറങ്ങി തെരുവിൽ ഒരു മൂലയിൽ കിടന്നിരുന്ന നായയുടെ മുന്നിൽ ഇത്തിരി പായസം ഒഴിച്ചു കൊടുത്തു. നായ അത് ആർത്തിയോടെ നാവു നീട്ടി നുണഞ്ഞു. തൻ്റെ പ്രിയ ചങ്ങാതിയാണെന്ന് കേട്ട് പത്മാവതി ഉണ്ടാക്കി തന്നയച്ച പാത്രം ഒരു പട്ടിയുടെ മുൻപിൽ ഒഴിച്ച മന്ത്രികുമാരൻ്റെ പ്രവൃത്തി രാജകുമാരന് ഒട്ടും ഇഷ്ടമായില്ല. അത് ചോദ്യം ചെയ്യാൻ നാവ് വളച്ചപ്പോഴേക്കും അതാ തെരുവിൽ നിന്ന് ദീനമായൊരു നിലവിളി. പായസം കഴിച്ച നായ നുരയും പതയും തുപ്പുകയാണ്. അടുത്ത ക്ഷണം അത് ചത്തുവീണു. പായസത്തിൽ പത്മാവതി വിഷം ചേർത്തിരുന്നു എന്നത് വ്യക്തമായി. തൻ്റെ പ്രിയപ്പെട്ടവൻ ഏതു നേരവും തൻ്റെ സമീപത്തു തന്നെ കഴിയണം. അതിനുവേണ്ടി മന്ത്രികുമാരൻ്റെ കഥ കഴിക്കാനുള്ള ശ്രമമായിരുന്നു അത്. സ്തബ്ധനായി നിന്നുപോയി രാജകുമാരൻ. എത്ര ദുഷ്ടയാണവൾ! ആ സൗന്ദര്യത്തിന് പിന്നിൽ ഇത്ര ക്രൂരമായൊരു മനസ്സുണ്ടാകുമെന്ന് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? പത്മാവതിയുടെ യഥാർത്ഥ മുഖം മനസ്സിലായതോടെ രാജകുമാരന് അവളോട് പ്രതികാരം ചെയ്യണമെന്നായി. അയാൾ തൻ്റെ ഉറയിൽ നിന്ന് വാൾ വലിച്ചൂരി കുമാരിയുടെ മാളികയിലേക്ക് പോകാനൊരുങ്ങി. മന്ത്രികുമാരൻ തടഞ്ഞു. അത് വേണ്ട, നമുക്ക് അവളെ ഒരു പാഠം പഠിപ്പിക്കണം. രാജകുമാരിയാണെന്നും സുന്ദരിയാണെന്നുമുള്ള അഹങ്കാരമാണ് അവൾക്ക്. അത് നശിപ്പിക്കണം. അങ്ങ് വീണ്ടും അവളുടെ മാളികയിലെത്തണം. ഒരു സംശയത്തിനും ഇടകൊടുക്കരുത്. പിന്നെ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. മന്ത്രികുമാരൻ ശബ്ദമടക്കി രാജകുമാരന് ഭാവി പരിപാടികൾ വിശദമാക്കി കൊടുത്തു. രാജകുമാരൻ അന്ന് വൈകുന്നേരത്തോടെ വീണ്ടും പത്മാവതിയുടെ അറയിലെത്തി. അവളാകട്ടെ അവനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. മന്ത്രികുമാരന് താൻ നൽകിയ പായസം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു. അതിനുശേഷം ഞാൻ ഉടൻ തന്നെ മടങ്ങിപ്പോരുകയും ചെയ്തു എന്ന് കുമാരൻ മറുപടി പറഞ്ഞു. അന്നു രാത്രി കുമാരി ഗാഢനിദ്രയിലായപ്പോൾ അവളുടെ കഴുത്തിൽ കിടന്ന രത്നമാല അയാൾ അഴിച്ചെടുത്തു. കൂടാതെ അവളുടെ മാറത്ത് തൻ്റെ 3 നഖങ്ങൾ ആഴ്ത്തി മുറിവുമുണ്ടാക്കി. അതിനുശേഷം അതിവേഗം അയാൾ ഗൂഢമാർഗത്തിലൂടെ മടങ്ങി മന്ത്രികുമാരന് സമീപമെത്തി. പിറ്റേന്നു രാവിലെ ഒരു രത്നവ്യാപാരിയുടെ വേഷത്തിൽ രാജകുമാരൻ കൊട്ടാരവാതിൽക്കലെത്തി. രാജാവിന് ഒരു രത്നമാല്യം വിൽക്കാനാണ് താൻ വന്നതെന്ന് അയാൾ പറഞ്ഞത് കേട്ട് ഭടന്മാർ അയാളെ രാജാവിന് മുന്നിലെത്തിച്ചു. രാജാവിന് മാല ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒന്ന് തൻ്റെ മകളുടെ കഴുത്തിലുണ്ടായിരുന്ന കാര്യം രാജാവ് ഓർമ്മിച്ചു. അതെവിടെ നിന്ന് കിട്ടിയതാണെന്നും വില എത്രയെന്നും രാജാവ് ചോദിച്ചപ്പോൾ വ്യാപാരി പറഞ്ഞു, മാലയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ദൂരെ ചുടലക്കാട്ടിൽ കഴിയുന്ന ഗുരുനാഥനോട് തന്നെ ചോദിക്കണം. രാജാവിന് ആകാംക്ഷ വർദ്ധിച്ചു. ആ ഗുരുവിനെ ഉടനെ കാണണമെന്ന് രാജാവിന് തോന്നി. മന്ത്രിയോടൊപ്പം കുതിരപ്പുറത്ത് രാജാവ് ആ ആചാര്യനെ തേടി യാത്ര തിരിച്ചു. വനത്തിൽ ചുടലക്കളത്തിൽ മന്ത്രികുമാരൻ താപസവേഷം ധരിച്ചു കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ശരീരമാസകലം ചാരം മൂടിയ ജടാധാരിയായ ആചാര്യവര്യൻ. ആചാര്യനെ വണങ്ങി ആ മാല എവിടെ നിന്ന് കിട്ടിയെന്ന് രാജാവ് ചോദിച്ചു. രാജാവിൻ്റെ ചോദ്യത്തിന്
അത് രഹസ്യമാണെന്നും വെളിവാക്കാനാവില്ല എന്നും താപസൻ മറുപടി പറഞ്ഞു. രാജാവ് നിർബന്ധിച്ചപ്പോൾ ഒട്ടുമടിയോടെ താപസൻ ആ രഹസ്യം വെളിവാക്കി. ഈ ചുടലക്കാട്ടിൽ പാതി കത്തിയ മൃതശരീരങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി ഒരു യുവതി ഇടയ്ക്കിടെ വരുമായിരുന്നു. ആ പ്രവൃത്തിയെക്കുറിച്ചറിഞ്ഞ് അതാരെന്ന് മനസ്സിലാക്കാൻ ഒരു നാൾ ഞാൻ ഒളിച്ചിരുന്നു. പതിവ് പോലെ ആ സ്ത്രീ എത്തിയപ്പോൾ ശൂലം കൊണ്ട് അവളുടെ മാറിൽ കുത്തി അവളോട് ഞാൻ "നീ ആര്?" എന്ന് ചോദിച്ചു. പത്മാവതി എന്നാണത്രേ അവളുടെ പേര്. വിശന്നിട്ടാണ് മൃതശരീരം തിന്നുന്നതെന്ന് അവൾ മറുപടി പറഞ്ഞു. വിവരം മറ്റാരോടും പറയരുതെന്ന് ചട്ടം കെട്ടി അവൾ കഴുത്തിൽ കിടന്ന രത്നമാല എനിക്ക് തന്നു. അതാണ് ഈ മാല. രാജാവ് ഞെട്ടിപ്പോയി. താപസൻ പറഞ്ഞ വില കൊടുത്ത് മാല വാങ്ങി രാജാവ് വേഗം കൊട്ടാരത്തിലേക്ക് തിരിച്ചു. കൊട്ടാരത്തിലെത്തി രാജാവ് മകൾ പത്മാവതിയെ വിളിച്ചു. അവളുടെ മാല എവിടെയെന്ന് അന്വേഷിച്ചു. അവൾ മിണ്ടാതെ നിന്നതേയുള്ളൂ. അവളുടെ മാറിൽ 3 ചോരപ്പാടുകളും കണ്ടപ്പോൾ രാജാവിന് അക്കാര്യം ഉറപ്പായി. തൻ്റെ മകൾ മനുഷ്യമാംസം തിന്നുന്നവളാണ്. രാജാവിന് ആകെ വിഷമമായി. പക്ഷേ നടപടിയെടുത്തേ പറ്റൂ. അദ്ദേഹം ഉടനെ തന്നെ മന്ത്രിയെ വിളിച്ചു. മന്ത്രിയായിരുന്നു രാജാവിൻ്റെ മുഖ്യ ഉപദേഷ്ടകൻ. ഇങ്ങനെയുള്ള ഒരാളെ രാജ്യത്തു നിന്നും ഓടിച്ചു വിടണമെന്നായി മന്ത്രി. ഇനി ഒരു നിമിഷം അവളെ ഇവിടെ കഴിയാൻ അനുവദിക്കരുത്. മന്ത്രി തീർപ്പ് കൽപ്പിച്ചു. രാജാവ് അപ്രകാരം ചെയ്തു. പത്മാവതിയെ അദ്ദേഹം നാടുകടത്തി. സ്വന്തം രാജ്യവും വീടും ബന്ധുക്കളും നഷ്ടപ്പെട്ട പത്മാവതിയെ രാജകുമാരനും മന്ത്രിമാരും ചേർന്ന് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോന്നു. പക്ഷേ മകളുടെ വേർപാട് രാജാവിനെ ആകെ തളർത്തി. അതോടെ ആൾ കിടപ്പിലുമായി. വലിയ താമസമില്ലാതെ രാജാവ് തീപ്പെട്ടു. മകളും ഭർത്താവും നഷ്ടപ്പെട്ട രാജ്ഞി തൻ്റെ ജീവൻ ഉപേക്ഷിച്ചു. വേതാളം പറഞ്ഞു വന്ന കഥ ഇവിടെ പൂർത്തിയായി. തുടർന്ന് ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. കൊടിയ പാപമാണ് പത്മാവതിയോട് ചെയ്തത്. അവൾ അറിയാത്ത തെറ്റിനാണ് ശിക്ഷ കിട്ടിയത്. അത് രാജാവിൻ്റെയും രാജ്ഞിയുടെയും മരണത്തിനും കാരണമായി. ഈ പാപങ്ങൾക്കൊക്കെ ആരാണ് ഉത്തരവാദി? ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം. വിക്രമാദിത്യൻ അതിന് ന്യായയുക്തമായ മറുപടി നൽകി. തന്നെ വധിക്കാൻ ശ്രമിച്ച പത്മാവതിയെ പാഠം പഠിപ്പിക്കുകയായിരുന്നു മന്ത്രികുമാരൻ. കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ചാണ് രാജകുമാരൻ പ്രവർത്തിച്ചത്. എന്നാൽ ഒന്നും അന്വേഷിക്കാതെ, സത്യസ്ഥിതി കണ്ടുപിടിക്കാതെ പത്മാവതിയെ നാടുകടത്താൻ നിർദ്ദേശിച്ച മന്ത്രിയാണ് ഇവിടെ പാപം ചെയ്തത്. ഇത് കേട്ട വേതാളം ഒറ്റച്ചാട്ടത്തിന് വിക്രമാദിത്യൻ്റെ തോളിൽ നിന്ന് താഴെയിറങ്ങി ഓടി പഴയ മുരുക്കുമരത്തിൽ കയറി തലകീഴായി കിടന്നു.